എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമല്ലേ? വലിയ സന്തോഷമുള്ള ദിവസമാണ്. എവിടെ തുടങ്ങണമെന്ന് അറിയില്ല, അതുപോലെയാണ്. കാരണം വെച്ചാല് ഷെഹനാസ് തിയേറ്ററിൽ ഇപ്പൊ ഈ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോൾ ഒന്ന് കയറുമ്പോൾ ഷാരിസ് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിപ്പോയത് മീശ മാധവൻ കണ്ടാർന്ന ദിവസം തന്നെയാണ്. അതിനു മുമ്പും ഞാനിവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ്. പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് പെട്ടെന്ന് അത് ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുക, അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി. സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഷെഹനാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. കവിത തിയേറ്ററിലും ഷെഹനായിസിലും ഒക്കെ മഹാരാജസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തിയേറ്ററുകളിൽ കൂടുന്നൊന്നും അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന് ഒരു അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കവിത തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ പോലീസുകാരെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 50-ാം ദിവസത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം വരാൻ സാധിച്ചപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു എല്ലാവരും. ഇപ്പൊ ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു, ഷാരിസ് പറഞ്ഞു, ബിന്ദു പറഞ്ഞു, റാണിയ പറഞ്ഞു. ശരിക്കും കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ 33 വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഈ സിനിമ 50 ദിവസത്തിലേക്ക് എത്തിച്ച് ഇതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ നിൽക്കുമ്പോഴും അവരോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റു സൈലന്റ് ഫാൻസ് ഉണ്ട്. അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റിയാസ് ഇവിടെ പറയണ്ടായി, ഞങ്ങൾ കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ്. ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവർ അധ്വാനിക്കുന്നതിന് ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞ അവര് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോ, നേരത്തെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ 5-8 വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്ന ജീവകാരുണ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ അധ്വാനത്തിൽ നിന്നാണ്. അപ്പോഴും എൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തപ്പോ നിങ്ങൾ എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരശ്ശീലയിൽ കണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരശ്ശീലയിൽ കൂടിയാണ്. അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ കഥാകൃത്തുക്കള്, എൻ്റെ സംവിധായകര്, എൻ്റെ നിർമ്മാതാക്കള്, ഇവരോടൊക്കെ ഈ 150-ാമത്തെ ചിത്രം വരെ എത്തിച്ചതിന്, എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു.
അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു. അത്രയേറെ കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അവരോടെല്ലാം ഞാൻ അത്രയും നേരിട്ട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കും ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം, ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ, ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ലിസ്റ്റിനാണെങ്കിലും ബിന്ദു ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയണത്, അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൽ വന്ന സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചിട്ടാണോ സിനിമ ചെയ്യുന്നത്? എനിക്കിപ്പോ എന്നെ വെച്ച സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരെയും വെച്ച സിനിമ ചെയ്യുന്നതാണ് ലിസ്റ്റിൽ. കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഈ നടൻ ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. എന്നെ പോലെ ഒരു കലാകാരൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ നോർമലായിരിക്കും? ഞാൻ നോർമലായിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ കൈകൾ കൊണ്ടാണ്. കാരണം ഞാനൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, സുനാമിയാണോ മറ്റാണോ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോ ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ എന്തിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ കുഴപ്പത്തില്ല. വലിയ സന്തോഷം. നമ്മൾ മലയാള സിനിമയില് റാണിയ നമുക്ക് കിട്ടിയ, എൻ്റെ കൂടെ ഒരുപാട് നായികമാര് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവരൊക്കെ പല ഭാഷകളിൽ പോയി, എല്ലാ തരത്തിലും അവരൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തി, അതിൽ കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ റാണിയ കരുണാമാരുടെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമയിൽ പല സീക്വൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഒരു പെർഫെക്റ്റ് ആക്ടറുടെ. കാരണം എത്രയോ വർഷമായിട്ട് സിനിമകൾ ചെയ്ത് അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സീക്വൻസിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ കല്യാണത്തിന് വരുമ്പോഴുള്ള എന്തൊരു എനർജിയാണല്ലേ, കല്യാണ പെണ്ണായിട്ട് വന്നിട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ ആളാണ്. അതുപോലെ തന്നെ ന്യൂസ് മേക്കർ എന്നുള്ള സ്ഥലത്തുള്ള സംസാരം, അവിടേക്കാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ എടുത്ത് പറയേണ്ടത്. ഇരുത്തി കൊണ്ട് പറയുന്നതല്ല. ചിലപ്പോൾ നാളെ റാണിയ ഒരു പടമുണ്ട്, ആരാ നമുക്ക് അറിഞ്ഞൂടാ അല്ലേ, ലിസ്റ്റ് ബൈ ഒന്നും പറയാൻ അയ്യോ ലിസ്റ്റ് ബൈ അത് ആ സിനിമയ്ക്ക് ഓക്കെ, പക്ഷെ ഇതിന്റെ ശമ്പളം അല്ലേ ഒന്നും പറയാൻ പറ്റില്ല, സിനിമയാണ്. അപ്പോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അതിൽ ഷാരീസ് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ്. ഷാരീസ് പറയുന്നത് എടുത്തു വെച്ച് ഷാരീസിനെ ശത്രുവായിട്ടൊന്നും കാണണ്ട. അതിൽ ഒരു സ്ഥലത്തേക്കുള്ള ദേഷ്യമൊന്നുമല്ല. ഷാരീസ് ഇമോഷണലാണ്. ഷാരീസ് കൂടുതൽ അത് ജനുവിനായ ഒരാളുടെ പ്രകൃതമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഷാരീസ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, കാരണം ഷാരീസ് ഒരു പ്രൊഫസറാണ് അല്ലേ, പ്രൊഫസറാണ്, വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. അപ്പോ അതിനെ ഒരാളോടുള്ള ശത്രുതയായിട്ടൊന്നും കാണണ്ട. പിന്നെ ആർക്കും ഒന്നും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള മനസ്സുള്ളവരാണ്
എന്ത് നിലനിർത്തേണ്ടെന്ന് തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ മലയാളികളാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഭാരവാഹികൾ റിയേഴ്സ്, അതുപോലെ ഹാരിസ്, രൂപേഷ് തുടങ്ങിയ ജയേഷ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്. ഇവരോട് എല്ലാവരും, അതുപോലെ തന്നെ പ്രവാസികളെ നമ്മുടെ ഇവിടുന്ന് പോയിട്ട് ദുബായിലും ഖത്തറിലും ഒമാൻ, ബഹറിൻ എല്ലായിടത്തുള്ള ഫാൻസിലെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇങ്ങനൊരു ഫംഗ്ഷൻ കേട്ടപ്പോഴേക്കും എല്ലാവരും ആവേശത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തിയേറ്ററിൽ നമ്മളെല്ലാവരോടും ഇരുന്ന് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്ത ദിവസത്തെ ആ ഒരു ഫീലിലാണ് ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ആഘോഷിച്ചത്. ഇന്നിപ്പോ CTV ഈ സിനിമ വന്നപ്പോൾ ഗംഭീരമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. CTV കണ്ടിട്ട് ആളുകൾ വന്നിട്ട് വീണ്ടും അത് തിയേറ്ററിൽ വന്ന് കാണുന്നു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പൊ എന്തായാലും സിനിമ ഇന്നിപ്പോ ഒരു സിനിമ 50 ദിവസം ഓടുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 500 ദിവസം ഓടുന്ന പോലെ ആ ഒരു അവസ്ഥയിലാണ്. അത് നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് ഇത്രയും തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. തുടർന്നും ദിലീപ് ഫാൻസിന്, ഇതിലെ മെമ്പേഴ്സിന് മുന്നോട്ട് യാത്ര ചെയ്യാനും അതുപോലെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഐശ്വര്യങ്ങളും അവർക്കെല്ലാം ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ തൽക്കാലത്തേക്ക്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. പിന്നെ അതുപോലെ സാഗർ, സനൽ, ജോസൂട്ടി, ഒരുപാട് പേര് ഇതിന്റെ പുറമുണ്ട്, രണദേവ, ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ തീരാത്ത ബാക്കി കാര്യങ്ങൾ ലിസ്റ്റും പറഞ്ഞ പോലെ ഗംഭീര ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലേ? താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ലവ് യു ഓൾ. ബാക്കി